അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. അയ്യേ, താൻ ഇതെടുത്തൊന്ന് ഞെക്ക്. നോക്കിയാ പോരെ? എടോ, താൻ ഈ കോപ്പെടുത്ത് അവന്റെ വീട്ടിൽ നമ്പറിലേക്കോ ഞെക്കാൻ. എടോ, ഈ കോപ്പ്. അത് ശരി, ഇത് ഞെക്കാനാണ് പറഞ്ഞല്ലേ. ബെല്ലടിക്കുന്നുണ്ട്, വെയിറ്റ്. വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ ഞങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങൾ അനുഭവിച്ചാലും. അല്ല, ഇസ്ലാം മതം എന്ന് പറഞ്ഞത് അതിലെന്തെങ്കിലും ഒരു ഇതുണ്ടോ? അതായത് മറ്റേ ഇതല്ലടാ, ഇതോ എതിർക്കേണ്ടതായിട്ട് എന്തുള്ളത്? ഹിജാബിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഹിജാബ് അത് ഞാൻ അങ്ങനല്ല ജനറലൈസ് ഹിജാബിനെ അനുകൂലിക്കുന്നുണ്ട്. ഉണ്ട്. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. ഇഷ്ടമുള്ള മതം വിശ്വസിക്കുക, ഇഷ്ടമുള്ള മതം വിശ്വസിക്കാതിരിക്കുക. ഇതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞാനല്ല, പൊതുവെ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഇസ്ലാമിനെ കുറിച്ചാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്ലാമിൽ ഒരാള് മതം ഉപേക്ഷിച്ചാൽ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? മോനെ സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. ഒന്നും ചെയ്യണമെന്ന് ഇസ്ലാം പറയുന്നില്ല. പറയുന്നുണ്ടല്ലോ. എന്താ പറയണത്? എന്താ ചെയ്യണമെന്ന് പറയണത്? മതം പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറയൂ. ഇസ്ലാം പറയുന്നില്ല എന്ന് പറയുകയാണോ ചെയ്യേണ്ടത്, അതോ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്? ഞാൻ പഠിച്ചിട്ടില്ല. അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാണ് നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? ഞാൻ ഇസ്ലാമിന്റെ പ്രതിനിധിയായിട്ട് സംസാരിക്കാൻ ഞാൻ ഇസ്ലാമിൽ അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇസ്ലാമിലെ നിയമപ്രകാരം മതം ഉപേക്ഷിച്ചവനെ കൊല്ലണമെന്നാണ് പറയുന്നത്. ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. അപ്പൊ അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? ഒരിക്കലും ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ ഇസ്ലാം പറയുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അറിയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്ന ഇസ്ലാം നിങ്ങൾ പഠിച്ചിട്ടില്ല. പഠിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ഇല്ല എന്ന് പറയാ? ഉത്തരം പറ. അത് ഫസ്റ്റ് കണ്ടീഷൻ, നിങ്ങൾക്ക് ഇസ്ലാം അധികം അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു, ഇല്ലേ? പൂർണ്ണമായിട്ടും അറിയില്ല. കേൾക്കൂ. ഓക്കെ, പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അറിയില്ല, അല്ലേ? അതെ. അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അറിയില്ല, എന്നാൽ എനിക്ക് നിങ്ങളെക്കാൾ വളരെ കൂടുതൽ അറിയാം. ഓക്കെ, അത് നിങ്ങൾ സമ്മതിച്ചോ? ഞാൻ സമ്മതിച്ചേക്കാം. ഓക്കെ. ഇവൻ നമ്മൾ നാളെടുത്തോണേട്ടാ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇഷ്ടമുള്ള ആളുകൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നില്ല എന്നുള്ള കാര്യം, അത് തിരിച്ചറിഞ്ഞ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിനെ വിമർശിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയും ആഗോളതലത്തിലുള്ള ഭരണഘടനയും നമുക്ക് തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. ആദ്യം നിങ്ങൾ സമ്മതിച്ച പോയിന്റിൽ നിന്ന് ഇപ്പൊ നിങ്ങൾ വ്യതിചലിക്കുകയാണ്. നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ പൂർണ്ണമായിട്ട് അറിയില്ല, എന്റെ പരിമിതി ഉണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ നിങ്ങളോട് അടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെക്കാൾ വളരെ കൂടുതൽ എനിക്ക് അറിയാം. ഇതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോയ ഒരാളെ തൂക്കിലേറ്റിയതായിട്ടോ അവന്റെ തല വെട്ടിയതായിട്ടോ അവന് എന്തെങ്കിലും കുരുതി കൊടുത്തതായിട്ട് ഏതെങ്കിലും ഒരു ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലം നടന്ന എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ സാറേ? ആദ്യം തന്റെ ഈ പരന്നിറങ്ങണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങോട്ട് കുജാര കുജാര ഇങ്ങോട്ട് കുജാര. ഇന്ന് ലോകത്ത് ഈ അപ്പോസ്റ്റസി, മതം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന സംഗതിക്ക് എത്ര രാജ്യങ്ങൾ വധശിക്ഷ കൊടുക്കുന്നുണ്ടെന്നുള്ളതിന്റെ ലിസ്റ്റ് നിങ്ങൾക്കറിയോ? അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അതില് ഒരു രാജ്യവും മതം ഉപദേശിച്ചതിന് ഒരാൾക്കും വധശിക്ഷ കൊടുത്തിട്ടില്ല. അതിന് ഞാൻ ഒരിക്കലും എനിക്ക് ഒരു ആവശ്യമില്ല. ഞാനുള്ള കാര്യം പറയുന്നുള്ളൂ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കൺട്രി നമ്പർ 1 അഫ്ഗാനിസ്ഥാൻ, കൺട്രി നമ്പർ 2 ബ്രൂണൈ, കൺട്രി നമ്പർ 3 കേൾക്കൂ. ഓക്കെ, പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. കൺട്രി നമ്പർ 3 ഇറാൻ, കൺട്രി നമ്പർ 4 മൗറിറ്റാനിയ, കൺട്രി നമ്പർ 5 പാകിസ്ഥാൻ, 6 ഖത്തർ, സൗദി അറേബ്യ, സൊമാലിയ, UAE, യമൻ. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. ഇത്രയും രാജ്യങ്ങളിൽ മതം ഉപേക്ഷിച്ചവനുള്ള ശിക്ഷ ഡെത്ത് പെനൽറ്റിയാണ്. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. അതെന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന ഇന്റർനാഷണൽ പ്രഷർ കാരണം അവർ വധശിക്ഷ ഒഴിവാക്കി എന്നിട്ടും ജയിലിൽ പിടിച്ചിടുന്ന അവസ്ഥ. ഇതെല്ലാം ചെയ്യുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമല്ല ഇത് ചെയ്യുന്നത്, ഇത് ഹിന്ദു രാഷ്ട്രങ്ങളല്ല ചെയ്യുന്നത്, ഇത് ജൂത രാഷ്ട്രങ്ങളല്ല ചെയ്യുന്നത്, ഇത് ചെയ്യുന്നതെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്.
പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്യായിരുന്നു ഞാൻ. അവനോട് തൗബ ചെയ്യാൻ പറയുക. എന്നിട്ട് അവൻ തൗബ ചെയ്യുന്നില്ലെങ്കിൽ താമസിപ്പിക്കാൻ പാടില്ല. അവനെ ഒരു ഭരണാധികാരി ഉടൻ തന്നെ കൊല്ലണം എന്നാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഫിഖ് ഇവിടുത്തെ സമസ്ത കേരള മദ്രസയിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് ഈ പറയുന്നത്. ഇതൊരു ഉസ്താദാണ് പഠിപ്പിക്കുന്നത്. ആരോ ആയിക്കോട്ടെ, ഉസ്താദുമാര് പഠിപ്പിക്കുന്ന സാധനമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് കേൾക്കൂ, അഞ്ചാതി സാധനം ഒന്നും ഇവിടെ ഇറക്കരുത്. നിങ്ങൾ സംസാരിക്കുന്ന എക്സ് മുസ്ലിമിനോടാണ്. നിങ്ങളെക്കാൾ കൂടുതൽ ഇസ്ലാം അറിയുന്ന എക്സ് മുസ്ലിമിനോടാണ് സംസാരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമായി സമ്മതിച്ച കാര്യമാണ്. ഓപ്ഷൻ നമ്പർ 1 ഇല്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സാധനം ഇല്ല എന്നാണ് നിങ്ങളുടെ വാദം എന്നുണ്ടെങ്കിൽ, സമസ്തയുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കാണിക്കുക. ഇവിടെ നിന്നിരുന്നിട്ട് നിങ്ങളുടെ മുറി ഇസ്ലാമും വെച്ചിട്ട് ഇവിടെ വന്നിരുന്ന ഉപദേശം ഇവിടെ എടുക്കില്ല. നിങ്ങൾ ആദ്യമേ സമ്മതിച്ചു നിങ്ങൾക്ക് ഇസ്ലാം അറിയില്ല എന്ന്. പിന്നെന്തിനാ കോയതിന് നിൽക്കുന്നത്? പിന്നെന്തിനാ ഈ കോയതിന് നിൽക്കുന്നത്? എനിക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഓക്കെ, ഉണ്ട് എന്ന് പറയാൻ ഞാൻ പറഞ്ഞല്ലോ. ഹദീസ് നമ്പർ വേണോ? ഉസ്താദുമാര് പറയുന്ന സാധനമല്ലേ നമ്മളോട് കേൾപ്പിച്ചു തന്നത്. ഇനി വേണോ? നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ളത് എന്റെ പ്രശ്നമാവുന്ന എങ്ങനെയാണ് കുട്ടി? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട് നിങ്ങൾ ദുബായ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല. ദുബായില്ലേ? ദുബായ് ഉണ്ട്. എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താടാ? അപ്പൊ നിങ്ങൾ അള്ളാഹ് ഉണ്ടാവും ചോദിച്ച മാതിരിയാണ്. അള്ളാഹ് ഉണ്ട് എന്നുള്ളതിന് നമുക്ക് ഇഷ്ടം പോലെ തെളിവുണ്ടല്ലോ. ഇല്ല എന്നുള്ളതിനുള്ളത്. അള്ളാഹ് ഇല്ല. ഇതുമാതിരി അടിമയെ പൂശാൻ പറയുന്ന ഒരു ദൈവമാണ് നിങ്ങളുടെ അള്ളാഹു. എന്നാ ഓക്കെ, ഞാൻ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു. ഭാര്യയെ തല്ലാൻ പറയുന്ന അള്ളാഹു ആണോ നിങ്ങളുടെ അള്ളാഹു? ഞാനത് വിശ്വസിച്ചു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനത് സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചു. ഭാര്യയെ പൂശാൻ പറയുന്ന അള്ളാഹു ആണ് നിങ്ങളുടെ അള്ളാഹു എന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു. അടിമയെ പൂശാൻ പറയുന്ന അള്ളാഹു ആണ് നിങ്ങളുടെ അള്ളാഹു എന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു. ഈ പറയുന്ന കൊള്ളയടിക്കാൻ പറയുന്ന അള്ളാഹു ആണ് നിങ്ങളുടെ അള്ളാഹു എന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിച്ചു. അറിയാത്ത സാധനം ഇല്ല എന്നല്ല പറയേണ്ടത്. അറിയാത്ത സാധനം അറിയില്ല എന്നാണ് പറയേണ്ടത്. അല്ലാതെ അറിയാത്ത സാധനം ഇല്ല എന്നല്ല ആർഗ്യുമെന്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ തർക്കിക്കാൻ താല്പര്യമില്ല. തർക്കിക്കാൻ എനിക്ക് വലിയ താല്പര്യമാണ്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? അത് ഉണ്ടെന്ന് സമ്മതിച്ചോ? ഇല്ല, ഒരിക്കലും ഞാൻ. അപ്പൊ പിന്നെ ഈ ഹദീസ് നമ്പർ എന്നാ നിങ്ങൾ മൊബൈൽ എടുക്കും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അങ്ങനെ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു പോയാൽ ശരിയാവില്ല. മൊബൈൽ എടുക്കുക. എന്നിട്ട് ഗൂഗിൾ എടുത്തിട്ട് സെർച്ച് ചെയ്യുക, ഹൂ എവർ ചേഞ്ചസ് ഹിസ് റിലീജിയൻ കിൽ ഹിം എന്ന് മാത്രം ഒന്ന് സെർച്ച് ചെയ്യും. നിങ്ങൾ സെർച്ച് ചെയ്യൂ. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. ഒറ്റ വെയിറ്റ്. ഈ ആയത്തും ഹദീസും നിങ്ങൾ ആ ഹദീസ് വായിക്കൂ. അവിടെ കാണുന്നത് വായിക്കൂ. ഒറ്റ മിനിറ്റ്. നിങ്ങൾ അവിടെ കാണുന്നത് വായിക്കൂ. കമന്ററി ഒക്കെ പിന്നെ സമയമില്ല. എനിക്കിത് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങേണ്ടതാ. കമന്റ് അവിടെ കാണുന്ന സാധനം വായിക്കൂ. നിങ്ങൾ അവിടെ എഴുതിയത് വായിക്കൂ. അല്ല, ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ അവിടെ എഴുതിയത് കാണിച്ച് അവിടെ കാണുന്നത് വായിക്കാം. വേറെ ഒരു വഴിയില്ല ഗായ്സ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. ഹദീസ് ആണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് പറയാ, ബാക്കി പിന്നെ നിങ്ങൾ ഇവിടെ പറഞ്ഞ എന്താണ്? ഞാൻ ഹദീസ് വായിച്ചപ്പോ പറഞ്ഞു അങ്ങനെ ഒരു ഹദീസ് ഇല്ല സർ, അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹദീസ് ഞാൻ നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചു. നിങ്ങൾ ആ ഹദീസ് വായിക്കൂ. എന്തെത്ര ബുദ്ധിമുട്ട്? അതെനിക്ക് ശരിയാവില്ല. വേറെ ബാത്റൂം ഉണ്ടോ? വേറെ ബാത്റൂമോ? അത് പച്ച നിറമല്ലേ? പച്ചയാ? മഞ്ഞ നീല നിറത്തുള്ള ബാത്റൂം ഒന്നും എനിക്ക് ശരിയാവില്ല. പലതും ഓർമ്മ വരും. നിങ്ങളത് വായിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ നിങ്ങൾ വായിക്കാതെ ഇവിടുന്ന് പോവില്ല. അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കുക ഞാൻ ഇവിടെ പറഞ്ഞ സാധനം ഉണ്ട് എന്ന്. ഇതെന്ത് ഉടായ്പാണ്? അതെന്ത് പരിപാടിയാണ്? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ഇബ്നു അബ്ബാസ് said, the messenger of Allah said, whoever changes his religion kill him. അതിന്റെ താഴേക്ക് പോയാൽ ഗ്രേഡ് സഹീഹ് ആണ്. സുനൻ അൻ-നസായി 4059. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് മുഹമ്മദ് നബി നുണ പറഞ്ഞതാണോ അല്ലേ? ഇത് മുഹമ്മദ് നബി നുണ പറഞ്ഞതാണോ അല്ലേ? നിങ്ങൾ മെഴുകാതെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യം പറയാ. നിങ്ങൾ ഒരു സത്യസന്ധനായ ഒരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ, അൽ അമീൻ ആണെന്നുണ്ടെങ്കിൽ ചോദിച്ചതിന് ഉത്തരം പറയാം. പറഞ്ഞേക്കാം. നിങ്ങൾ ആദ്യം ഇത് മുഹമ്മദ് നബി നുണ പറഞ്ഞതാണോ അല്ലേ? അതായത് എന്റെ ഇത് മുഹമ്മദ് നബി നുണ പറഞ്ഞതാണോ അല്ലേ? പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാതിരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. ഏത് വിഷയം? ഈ പറയുന്ന ഹദീസ് ഉള്ളതാണോ അല്ലേ?
ഈ ഹദീസ് ഞാൻ വായിച്ചിട്ടില്ല ഒന്നും. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിലല്ലേ അവിടെ കാണുന്നത്, അതല്ലേ നിങ്ങൾ ഈ നുണ പറയരുത്. നിങ്ങൾ മെഴുകാതെ ആ സ്ക്രീനിലുള്ളത് വായിക്കൂ. അത് വായിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നീ മുന്നോട്ട് പോയി, ഇല്ലെങ്കിൽ വെച്ചിട്ട് ശരിയാവില്ല, അവൻ ജെട്ടിട്ടിരിക്കുന്നു. ഞാൻ ഇട്ടിട്ടില്ലടാ. അതായത് ഒറ്റ മിനിറ്റ് സാറേ, നിങ്ങൾക്ക് ആ സ്ക്രീനിലുള്ളത് വായിക്കാൻ പറ്റുമല്ലേ? നിങ്ങളിത് സ്ക്രീനിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ എടുത്ത ഹദീസ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലേ? ഇത് നിങ്ങളെ അജണ്ട എന്താണെന്നുള്ള അജണ്ട ഇത്രയേ ഉള്ളൂ. ഹദീസ് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുക. ഹദീസ് കാണിച്ചു വരുമ്പോ അത് തള്ളുന്ന ആ ഉടായ്പ പരിപാടി നടത്തില്ല. അത് തന്നെ എല്ലാം നമുക്ക് ശരിയാക്കാം, വെറുതെ നാറ്റിക്കരുത്. നാറട്ടടോ, ഇനി എന്തോന്ന് നാറാൻ. ഒരു സംശയമില്ല. നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ കൊണ്ട് ഞാൻ ഗൂഗിളിൽ ഹദീസ് എടുപ്പിച്ചു. അത് വായിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടോ ഇല്ലേ? യെസ് ഓർ നോ? ആൻസർ പറയട്ടെ. തോന്നിക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പറക്കി ഞാനൊരു റൂട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഹദീസ് വായിക്കാൻ സൗകര്യം ഉണ്ടോ ഇല്ലേ? ഹദീസ് വായിക്കാൻ സൗകര്യം ഉണ്ടോ ഇല്ലേ? ഹദീസ് വായിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടോ ഇല്ലേ? ഹദീസ് വായിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടോ ഇല്ലേ? ഈ വെബ്സൈറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട് അല്ലാന്നുണ്ട് തെളിവേ. ആ ശരി, അപ്പൊ ഞാനായി ഇപ്പൊ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ പോവാ. നീ പോലെ ബുദ്ധിയില്ലായ്മയ്ക്ക് ഒരു മര്യാദ വേണ്ടേ? എന്റെ പൊന്നു കോയ, ഈ ഉടായ്പൊക്കെ നമ്മൾ ഇവിടെ കുറെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ വലിയ വലിയ ഉസ്താദുമാര് വന്നിട്ട് ഇവിടെ മുക്കറ ഇട്ടിട്ട് ഇവിടെ ഇക്ഷ ഇഞ്ഞ ഇത്ത വരച്ചിട്ടുള്ള ഈ തട്ടകത്തിൽ വന്ന് നിന്നിട്ട് ഇഞ്ചാതി തട്ടുപൊളിപ്പം സാധനമായിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ കോയ പോയി കിടന്ന് ഉറങ്ങ്. എങ്ങനെയാച്ചോ യുവമാരെ വെച്ച് നാടകം മുമ്പോട്ട് കൊണ്ടുവന്നേ? എവിടെ നിന്ന് കിട്ടിയാച്ചോ ഈ കള്ള എന്നാ പിന്നെ ഗൂഗിൾ എടുക്ക്, സെർച്ച് ചെയ്യ്. അയാളുടെ മൊബൈൽ കാണിച്ചപ്പോൾ അത് കണ്ടിട്ട് പുള്ളിക്ക് പിന്നെ വായിക്കാൻ കഴിയില്ല. അവസാനം നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ആൾ പറയുന്നത് ഈ sunna.com ഇപ്പൊ ഞാൻ എഴുതി ഉണ്ടാക്കിയതാണെങ്കിലോ എന്നാണ്. ആ പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.